അസ്സലാമു അലൈക്കും. ഞാനിവിടെ പോളറോയിഡ് ഫോട്ടോസ് പ്രിന്റ് ചെയ്തതാണ് കൊടുത്തിരിക്കുന്നത്. 300 GSM ഗ്ലോസി ആർട്ട് പേപ്പറിൽ ലേസർ പ്രിന്റ് ചെയ്തതാണ്. നമുക്ക് ഫോട്ടോ പ്രിന്റ് വേണമെങ്കിൽ ഫോട്ടോ പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ പേപ്പർ വെച്ചും നമുക്ക് ലേസർ പ്രിന്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ ഗ്ലോസി ആർട്ട് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ ബോർഡർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഈസിയായി കട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 3x4 ടോട്ടലി A3 പ്രിന്റിൽ A3 ഷീറ്റിൽ 12 ഇതാണ് എടുത്തിരിക്കുന്നത്. 12 പോളറോയിഡ് ഫോട്ടോസാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഹോൾ പഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് ഹോൾ ചെയ്യുക. നമുക്ക് മൂന്നോ നാലോ എണ്ണം വെച്ചുകൊണ്ട് മാത്രമേ ഹോൾ പഞ്ചർ ഉപയോഗിച്ച് ഹോൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേ ലെവലിലായിരിക്കണം വരുന്നത്. ഞാനിങ്ങനെയുള്ള ഹോൾ പഞ്ചർ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു ലെറ്റർ ഉണ്ട്, അവിടം വരെ മാത്രമേ വെക്കുകയുള്ളൂ ഷീറ്റ്. അപ്പോൾ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാ പേജിലും ഹോൾ ലഭിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഹോൾ എല്ലാവിടെയും മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഇത് ആക്കിയതിന് ഹോൾ കൊടുത്തതിന് ശേഷം നമുക്ക് റിങ് ആൽബം ഉണ്ടാക്കുന്നതിന് വേണ്ടി റിങ് അതിലൂടെ കൊടുക്കുക. ഇതാണ് റിങ്. അതൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഫോട്ടോസ് ഹാങ് ചെയ്ത് വെക്കാം. ഇത് ബർത്ത്ഡേക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഗിഫ്റ്റ് ഐറ്റമാണ്. നമുക്ക് പോളറോയിഡ് ഫോട്ടോ സൈസ് പല രീതിയിൽ ആക്കാൻ പറ്റും. A3 ഷീറ്റിൽ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എത്ര ഫോട്ടോസാണോ ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ച് നാം സെറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അതായത് എത്രത്തോളം നമുക്ക് ഫോട്ടോസ് ഉൾക്കൊള്ളിക്കാം എന്നത്. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കലായും ലാൻഡ്സ്കേപ്പ് മോഡലും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫോട്ടോസ് കിട്ടും എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് പിന്നൊരു വീഡിയോയിൽ കാണിക്കാം. നെക്സ്റ്റ്, A3യിൽ മീഡിയം സൈസ് പോളറോയിഡ് ഫോട്ടോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അത് 16 എണ്ണം ഉൾക്കൊള്ളും. അതിനെ ക്യാൻവ ഓപ്പൺ ചെയ്ത് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാട്ട് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നവിടെ A3 ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ കസ്റ്റം സൈസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്നുള്ളത് 29.7/42 എന്ന് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക. ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഡോക്യുമെന്റ് ഷീറ്റാണ് എടുക്കുന്നത് നല്ലത്. ഓക്കെ, അവിടെ വിഡ്ത്ത് എന്നുള്ളടത്ത് 29.7 എന്നും ഹൈറ്റ് എന്നുള്ളടത്ത് 42 എന്നും ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഡിസൈൻ എന്ന ഡോക്യുമെന്റ് A3 എന്ന് വന്നിരിക്കുന്നു, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കാം. പ്രിന്റ് എടുക്കുന്നതിന് ഡോക്യുമെന്റ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ A3 ഷീറ്റിൽ ബോർഡർ കൊടുക്കുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സിൽ നിന്നും ആഡ് ഗേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ കാണുന്ന കസ്റ്റംസ് ക്ലിക്ക് ചെയ്യുക. അതിൽ കോളംസ് എന്നുള്ളവിടത്ത് 0 കൊടുക്കുക. ഗ്യാപ്പ് എന്നുള്ളത് അവിടെ ഡിഫോൾട്ടാണ്. മാർജിൻ എന്നുള്ളടത്ത് നമുക്ക് 0.4 എന്ന് കൊടുക്കുക. നെക്സ്റ്റ്, റോസ് എന്നുള്ളടത്ത് കോളം 0 കോളല്ല, അവിടെ റോസ് എന്ന് വരും. അപ്പോൾ റോസ് എന്ന് അവിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ റോസ് എന്ന് വരും. അവിടെ റോസ് 0, മാർജിൻ നമുക്ക് 0.4 എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ബോർഡർ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എലമെന്റ്സിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്യുക. ഷേപ്പ് എന്നുള്ളത് സ്ക്വയർ ടൈപ്പ് ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അതിൽ നിന്ന് നമുക്ക് സ്ക്വയർ ടൈപ്പ് ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കാണുന്നില്ല എങ്കിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് താഴെ കാണും സ്ക്വയർ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അതിന് ബോർഡർ കൊടുക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്, സ്ട്രോക്ക് വെയിറ്റ് 0.4 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്, നമുക്ക് കളർ അവിടെ മാറ്റുന്നതിന് വേണ്ടി താഴെ ടൂൾ ബാറിൽ കാണുന്ന കളറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് വൈറ്റ് സെലക്ട് ചെയ്യാം. ഇനി ക്ലോസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഷേപ്പിൽ ഒരു ബോർഡർ വന്നിരിക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസ് പോളറോയിഡ് ഫോട്ടോസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് എന്നത് 7.22 and 10.31 ആണ്. ആ സൈസ് കൊടുക്കുന്നതിന് വേണ്ടി പൊസിഷൻ താഴെ ടൂൾ ബാറിൽ കാണുന്ന പൊസിഷൻ ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്നത് 7.22 എന്നും ഹൈറ്റ് എന്നത് 10.3 എന്നും ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ നോക്കണം അത് സെന്റിമീറ്ററിൽ തന്നെയല്ലേ എൻ്റെ യൂണിറ്റ് എന്ന്. എന്നിട്ട് ആ ഒരു ഏത് യൂണിറ്റ് ആണോ അതിനനുസരിച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഈ ഷേപ്പ് നമുക്ക് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. അത് കറക്റ്റ് മുകളിൽ കറക്റ്റായി വെക്കുന്നതിന് വേണ്ടി നഡ്ജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ എത്രത്തോളം ലെഫ്റ്റിൽ പോകണമോ അത്രത്തോളം ലെഫ്റ്റിൽ കൊണ്ടുവരിക. അതുപോലെ എത്രത്തോളം റൈറ്റിൽ പോകണമോ അത്രത്തോളം റൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ ആ കോർണറിൽ തന്നെ ഫിക്സ് ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് അതിലേക്ക് നമുക്ക് ഫ്രെയിം കൊടുക്കുക. എലമെന്റ്സിൽ നിന്നും ഫ്രെയിംസ് സെലക്ട് ചെയ്യുക. ഫ്രെയിംസ് നമുക്ക് സ്ക്വയർ ടൈപ്പ് ഫ്രെയിമാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ആ ഫ്രെയിം ഫസ്റ്റ് കാണുന്ന ആ ഫ്രെയിം തന്നെ സെലക്ട് ചെയ്യുക. അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കി, അതായത് നമുക്ക് താഴെ എന്തെങ്കിലും കോഡ്സ് എഴുതണമെങ്കിൽ അതിനനുസരിച്ച് അതിൽ സ്പേസ് കൊടുക്കുക. മുകളിലും താഴെയിലും കുറച്ച് വൈറ്റ് സ്പേസ് വേണമെന്നെങ്കിൽ അതിനനുസരിച്ച് നാം സ്പേസ് കൊടുത്തുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, എത്ര വലിപ്പം വേണോ ആ ഒരു വലിപ്പത്തിൽ നെക്സ്റ്റ് അതിനെ ഗ്രൂപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. താഴെ നമുക്ക് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ സെലക്ട് മൾട്ടിപ്പിൾ കാണും. ആ സെലക്ട് മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഷേപ്പിൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അതിൻ്റെ മുകളിൽ വന്നിരിക്കും. അത് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ അവിടെയായി നെക്സ്റ്റായി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റായി വന്നുകൊള്ളും. നെക്സ്റ്റ് വീണ്ടും നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന വീണ്ടും അവിടെ നമുക്ക് മൂവ് ചെയ്താൽ സെലക്ട് മൾട്ടിപ്പിൾ വരും. സെലക്ട് മൾട്ടിപ്പിളിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് ഫ്രെയിംസ് അതിൽ ക്ലിക്ക് ചെയ്യുക. പേജുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് 4 സെലക്ട് ആയിക്കോളും. നെക്സ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ അതിൻ്റെ മുകളിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കും. അത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് താഴെയായി വന്നുകൊള്ളും. ഓക്കെ, അങ്ങനെ നമുക്ക് വേണ്ടുന്ന 16 പോളറോയിഡ് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഇത് ആയി. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോട്ടോസിൽ എവിടെയാണോ നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഉള്ളത് അവിടെ നിന്നും എടുക്കുക. എൻ്റെ ഫോട്ടോസ് എന്ന് റീപ്ലേസ് മൾട്ടിപ്പിൾസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോസും ഒരുമിച്ച് തന്നെ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. അത് നമുക്ക് എവിടെയാണോ വാട്സപ്പ് ഡോക്യുമെൻറ്റിലാണ് ഞാൻ ഇവിടെ ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെയാണോ ഗാലറിയിലാണോ ഇമേജസിലാണോ ഡൗൺലോഡ്സിലാണോ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് വേണ്ടുന്ന ഫോട്ടോസുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റീപ്ലേസ് മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാ ഫോട്ടോസും നമുക്ക് ഒരുമിച്ച് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം ലോഡായി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം മുകളിൽ കാണുന്ന ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലായെങ്കിൽ ചില ഫ്രെയിംസ് ബ്ലാങ്ക് ആയി പോകും. അങ്ങനെ ബ്ലാങ്ക് ആയി പോവുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഏതാണോ ആഡ് ചെയ്യപ്പെടാത്തത് അത് നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ എന്താണ് പേര് കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഞാനിവിടെ പോളറോയിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മുകളിൽ കാണുന്ന എയറോയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ PDF പ്രിൻ്റ് ആണ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് PDF പ്രിൻ്റ് ആണ്. നമുക്ക് ഗാലറിയിൽ മീൻസ് ഫോണിൽ കണ്ട് ഡിജിറ്റലൈസ് വേർഷൻ കാണുന്നതിന് വേണ്ടി നമുക്ക് PNG ഫോമാണ് പ്രിൻ്റ് ചെയ്യുന്നതിന് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് PDF പ്രിൻ്റ് ആണ്. അതാണ് കൂടുതൽ ക്ലിയറിൽ നമുക്ക് ലഭിക്കുക. അതിൻ്റെ കളർ പ്രൊഫൈൽ എന്നത് RGB CMYK ഒക്കെ ഉണ്ട്. CMYK ആണ് ഏറ്റവും നല്ലത്. ബട്ട് അത് പ്രോ വേർഷൻ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കില്ല. ഓക്കെ, ഞാൻ ഫ്രീ വേർഷൻ ആണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഡൗൺലോഡ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ പോളറോയിഡ് ഫോട്ടോസ് എവിടെ A3 ഷീറ്റിൽ പ്രിന്റ് ചെയ്യുന്നത് മീൻസ് ഡൗൺലോഡ് ആവുന്നത് കാണാം. നെക്സ്റ്റ് ഈ PDF ഫയൽസ് നമുക്ക് എവിടെയാണ് സ്റ്റോർ ആവുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഫോണിൽ ഫയൽ മാനേജറിൽ ആണ് മിക്കവരുടെ ഫോണിലും നമുക്ക് ഫയൽ മാനേജറിലായിരിക്കും അത് സേവ് ആവുന്നത്. നമുക്ക് ഫയൽ മാനേജറിൽ ഒന്നുകിൽ ഡൗൺലോഡ്സിൽ
ഉണ്ടാവും, അല്ല എങ്കിൽ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവും, അല്ല എങ്കിൽ ഇന്റേണൽ സ്റ്റോറേജിൽ ഉണ്ടാവും. ഓക്കെ, ഇന്റേണൽ സ്റ്റോറേജ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇല്ല. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഡൗൺലോഡ്സിൽ പോയി നോക്കുക, അവിടെയും ഇല്ല എന്നാണെങ്കിൽ നമ്മൾ പിന്നെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇവിടെ ഡോക്യുമെന്റ്സിലാണ് സേവ് ആയിരിക്കുന്നത്. ഞാൻ പോളറോയിഡ് എന്നാണ് ടൈപ്പ് ചെയ്തത്. ഇനി വാട്സപ്പിൽ എങ്ങനെയാണ് ഡോക്യുമെൻ്റായി നമുക്ക് സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ അറ്റാച്ച് ഫയൽ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ഡോക്യുമെന്റ്സ് കൊടുക്കുക. അവിടെ ബ്രൗസ് ഡോക്യുമെന്റ്സ് എന്നതിൽ നമുക്ക് റീസെൻ്റ് ഫയലോ അവിടെ ഉണ്ടാവും, അതായത് പോളറോയിഡ്. ഫസ്റ്റ് കാണുന്ന പോളറോയിഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ ഇമെയിൽ നമുക്ക് സെൻഡ് ചെയ്യാം.